അടുത്തത് വരികയാണ് ജെൻഡർ ഐഡന്റിറ്റി. ഇവിടെയാണ് നമുക്ക് വലിയ പ്രശ്നങ്ങളും കോലാഹലങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ജെൻഡർ ഐഡന്റിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നിങ്ങളുടെ ശരീരം എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു, അതാണ് നിങ്ങളുടെ സെക്സ്. എന്നാൽ ജെൻഡർ ഐഡന്റിറ്റി എത്തുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ തലച്ചോറ് പറയുന്നത് എന്നുള്ളതാണ്. ഈ തലച്ചോറ് പറയുന്നതും ശരീരം പറയുന്നതും പലപ്പോഴും ഒന്നായിക്കൊള്ളണം എന്നില്ല. ശരീരം ഫോം ചെയ്യുന്നു, അതിനുശേഷം പലതരത്തിലുള്ള ജനിതകപരമായിട്ടുള്ള പ്രോസസ്സുകളുടെയും അല്ലെങ്കിൽ ഹോർമോൺസ് കാര്യങ്ങളുടെയും ഒക്കെ ഫലമായിട്ട് ഒരു പക്ഷേ ആ തലച്ചോറ്, ഇപ്പോൾ പുരുഷന്റെ ലൈംഗിക അവയവങ്ങളോടുകൂടിയാണ് ജനിച്ചിരിക്കുന്നത്, പക്ഷേ അതിന്റെ തലച്ചോറ് പറയുന്നത് അതൊരു വുമണാണ്, സ്ത്രീയാണ് എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ടാവാം. അവരെയാണ് നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഈ ജനിച്ചു കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ ജനനത്തിന് മുൻപോ ഒരു വ്യക്തി ഇരുന്നിട്ട് ഞാൻ ജനിക്കുന്നത് അങ്ങനെ പുരുഷനായിട്ട്, എൻ്റെ അവയവങ്ങളൊക്കെ പുരുഷൻ പക്ഷേ എൻ്റെ തലച്ചോറ് സ്ത്രീയുടെ മതി എന്ന് തീരുമാനിച്ച് ജനിക്കുന്നതല്ല. ഇവിടെ ഒരു ഓപ്ഷനോ ചോയ്സോ ഒന്നും തന്നെ ഇല്ല. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര പേർ പ്രസവിക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഞാൻ ആണായിട്ടാണ് ജനിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീ ആയിട്ടാണ് എനിക്ക് ജനിക്കേണ്ടത് എന്ന് പറഞ്ഞ് ജനിച്ച് എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ആരും തന്നെ ഇല്ല. നമ്മൾ പുരുഷനായതോ സ്ത്രീ ആയതോ നമ്മുടെ ചോയ്സ് അല്ല. അതുപോലെ തന്നെ വളരെയധികം സയന്റിഫിക്കായി, നോർമലായി, സ്വാഭാവികമായി, ജനിതകപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഒരു പക്ഷേ പുരുഷന്റെ അവയവം ശരീരമായിരിക്കാം, അല്ലെങ്കിൽ ആ ശരീരത്തിൽ സ്ത്രീ ഒരു തലച്ചോറ് പരമായിട്ട് പറയുന്നത് ഒരു സ്ത്രീയാണ് എന്ന തരത്തിലോട്ട് മാറുന്ന തരത്തിലോട്ട് ജനിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അവരെ നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് വിളിക്കുന്നു.